ഈ മോഹൻലാലിന്റെ പടത്തില് അന്ന് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാൽ പടത്തിൽ. അതെ 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 അത് അവിടെ ചെന്നൈയിൽ ഉണ്ടാകുന്ന സമയത്ത്. അതിന്റെ ശേഷം മോഹൻലാലുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരമില്ല. എന്താ പറയുക, നമ്മളെല്ലാം തമിഴായതുകൊണ്ട് നമ്മളെ പറ്റി അറിയില്ല. കണ്ടാലേ എന്നെ അറിയാം ഇങ്ങനത്തെ ക്യാമറാമാനാണ്. പിന്നെ മലയാളത്തിൽ വന്നുകൊണ്ട് മുപ്പരുമായിട്ടുള്ള ഒരു ലിങ്ക് ഇല്ലല്ലോ എനിക്ക്. മെയിൻ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റോ ഡയറക്ടറോ ആയിട്ടും യാതൊരു വിധത്തിലും. പിന്നെ ഞാൻ ഇവിടെ വന്നു ചെയ്തു വന്ന് അങ്ങനെ ഒരു പേര് വന്നതല്ലാതെ തമിഴിലുണ്ടാകുമ്പോൾ നമ്മളൊന്നും ആരും അറിയില്ലല്ലോ. അവിടുത്തെ ആൾക്കാർക്ക് അറിയാം. വിജയകാന്തനും ശരത് കുമാർ അങ്ങനെയുള്ള എല്ലാ ആർട്ടിസ്റ്റും ഏകദേശം തമിഴിലെ. പിന്നെ നമ്മുടെ എം എൻ നമ്പ്യാറല്ലേ അത്ര നല്ല പറയുമ്പോൾ ഉണ്ടല്ലോ കണ്ണൂരെ വിശേഷങ്ങളെല്ലാം ചോദിക്കും. ഇതെല്ലാം ഒരു ഭാഗ്യമല്ലേ എം എൻ നമ്പ്യാറുടെ കൂടെ എല്ലാം വർക്ക് ചെയ്യാറ്. അദ്ദേഹമായിട്ട് എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. തമിഴിൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം. പിന്നെ ഞാൻ അങ്ങോട്ട് ആരെയും അറ്റാക്ക് ചെയ്ത് എനിക്കൊരു പടം പറയണം, അത് പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒന്ന് പറയണമെന്ന് ബുദ്ധി അത്രക്ക് എത്തിപ്പോയത് കൊണ്ടാണ്. ഇനി അങ്ങനെ അത് പറയില്ല ഇനി ആരോട്. ഈ ഇപ്പോൾ മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തുളു, കൊങ്കണി ഇങ്ങനെ വിവിധ ഭാഷകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഷയിലും കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു ഭാഷയുടെ പ്രത്യേകത മീൻസ് എന്താണെന്ന് പറഞ്ഞാൽ, തമിഴിൽ വർക്ക് ചെയ്താൽ അതിൻ്റെ ടെക്നീഷ്യനൊരു സ്ഥാനമുണ്ട്. തമിഴിൽ എന്നും ബഹുമാനമാണ്. ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ചില സമയം എനിക്കത് വരാറുണ്ട്. ഞാൻ അതുകൊണ്ട് ആരെയും ഞാൻ പേരെടുത്ത് അധികം വിളിക്കാറില്ല. എന്തെങ്കിലും അതിൻ്റെ കൂടെ കൂട്ടും. അത് എനിക്ക് തമിഴിൽ നിന്ന് കിട്ടിയ ആ കൾച്ചറാണ്. എന്താ അവിടെ ഞാൻ അത്രയും കാലം നിന്നുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ കേരളത്തിലാണെങ്കിൽ ഞാൻ ആ രീതി ആയിരിക്കില്ല. സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. എന്തായാലും തമിഴിൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പഠിക്കണം. തമിഴ് എന്ത് നമ്മൾ അവരെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അവർ ബഹുമാനിക്കാൻ ബാക്കി എല്ലാ കാര്യത്തിലും ഇത്രയും മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സമ്മതിച്ചു കൊടുത്തായിട്ട്. അതേപോലെ തന്നെ കന്നഡയും വലിയ മോശമൊന്നുമല്ല. പിന്നെ ബാക്കി തുളുവും കൊങ്കുണിക്കും ഒന്നും ലെറ്റേഴ്സ് ഇല്ലെങ്കിലും അത് എല്ലാം കന്നഡയാണ്. ഓക്കെ. കൊങ്കണിയെല്ലാം തുളു ഫുള്ള് കന്നഡയിലാണ് എഴുതുക, ലിപി ഇല്ലല്ലോ. അപ്പം അതിൽ കൂടെ വർക്ക് ചെയ്തു. എൻ്റെ ഏറ്റവും വലിയൊരു പടം എന്ന് പറഞ്ഞാൽ ചാലി പോലിലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമുണ്ട്. അത് അവിടുത്തെ ആർട്ടിസ്റ്റിന്, ചെറിയ ആർട്ടിസ്റ്റ്. അന്നൊന്നും തുളുവിൽ അത്ര വലിയ പടങ്ങളൊന്നും ഇല്ല. സ്ക്രിപ്റ്റ് കന്നഡത്തിലാണ്. അതെ, അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ അന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഈ ആർട്ടിസ്റ്റ് നാടകത്തിൽ നിന്ന് വന്നത് അങ്ങനെ ഒരു വലിയൊരു ആർട്ടിസ്റ്റിന്റെ ഇമേജിൽ നിന്ന് ആരും അവിടെ ഇല്ല. അല്ല, അപ്പോൾ ഈ വലിയ കൊമേഴ്സ്യൽ സിനിമയിൽ നിന്ന് ഈ തുളു പോലുള്ള ചെറിയ സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പരിമിതികൾ വളരെ പരിമിതികൾ. എന്താ പറയുക, തിയേറ്റർ വളരെ കുറവാണ്. പക്ഷെ എന്നാലും അതിന് സിനിമ തന്നെയല്ലേ. 2.5 മണിക്കൂർ എന്നുള്ളതോ 2 മണിക്കൂർ എന്നുള്ളതോ അത് വേണം, സെൻസർ ചെയ്യണം, ബാക്കി എല്ലാം അത് തന്നെ. അവിടെ ആ പടം ചെയ്ത് കഴിഞ്ഞ് അത് ഒരു 3 മാസം കൂടുമ്പോൾ ഒരു പടം അവിടെ റിലീസ് ചെയ്യുന്നു. ഈ പടം എന്ന് പറയുന്നത് നല്ല കോമഡിയും എല്ലാം കൊണ്ട് മൊത്തത്തിൽ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. പിന്നെ ഞാൻ തന്നെ വിചാരിക്കും, ഈശ്വരൻ എന്ത് ഈ പടം നിർത്താത്തത് തിയേറ്ററിൽ നിന്ന്. മംഗലാപുരത്ത് തിയേറ്റർ 2-3 തിയേറ്ററിൽ ചുരുങ്ങിയത് 560 ദിവസം, 511 ദിവസം ഓടി. മംഗലാപുരം, ഗോവ, ബാംഗ്ലൂര്. ഗോവയിലെല്ലാം ഇതിന് ആൾക്കാരുണ്ട്. പിന്നെ ഗോവയില് എന്താ പറയുക, കൊങ്കണി. അപ്പം അങ്ങനത്തെ കുറച്ച് ഏരിയയിലുണ്ട്. പിന്നെ അത്രയും സൂപ്പർ ഹിറ്റ്. അതിൻ്റെ ശേഷം ആഴ്ചയിൽ ഒരു 10 പടവും റിലീസാവും ഇപ്പോൾ. തുളു. അതിൻ്റെ അടുത്ത് ചെയ്ത പടമാണ് ഞാൻ തുളുവിൽ ചെയ്തത്. നമ്മുടെ പാവം രാജകുമാരനുണ്ടല്ലോ, അതങ്ങനെ തന്നെ തുളുവിലാക്കി. ആ കഥ കേട്ടിട്ട് ഞാൻ പ്രൊഡ്യൂസറെയും കൊണ്ടുവന്നു. ശ്രീനേട്ടനെ കണ്ടു. ശ്രീനേട്ടന് ഒരു എമൗണ്ട് കൊടുത്തു, കഥ മേടിച്ചു. ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ മേടിച്ച് മോശമില്ലാതെ ഈ പടം വലിയൊരു സൂപ്പർ ഹിറ്റ് അല്ല, എന്നാലും മോശമില്ല. ഈ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന അഭിനേതാക്കളുണ്ടാവുമല്ലോ. അവരുടെ ഈ ലൈറ്റിങ്ങും ആംഗിളും ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴുള്ള അനുഭവം ഒന്ന് പറയാം. എന്നെ അതിശയിപ്പിച്ചത് ജഗതി ചേട്ടൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഏത് ക്യാമറാമാനും അത് അമ്പിളിച്ചേട്ടൻ്റെ സ്വഭാവം സ്ക്രീനിൽ വരുമ്പോൾ, സീൻ വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കണം ഫ്രെയിം വെക്കുന്നത്, ഇതെല്ലാം പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ചില സമയം ചീത്ത കിട്ടും. അമ്പിളിച്ചേട്ടൻ റിഹേഴ്സൽ ടൈമിൽ നമ്മളെല്ലാം എന്ത് വരെ വെച്ച് കൊടുത്താലും അത് എവിടെ വരണം, അമ്പിളിച്ചേട്ട ഇവിടത്തേക്ക് വന്ന് ഈ ലൈറ്റ് മേടിക്കണം, അതെല്ലാം മേടിക്കും. പിന്നെ മൂപ്പര് അറിയാതെ തന്നെ ഒരു പെർഫോമൻസ് വരും. നമ്മളെ കാണിക്കൂല, അതൊന്നും കാണിച്ചു കഴിഞ്ഞാൽ അത് ചലിച്ചു പോകുന്നത് മൂപ്പർക്ക് അറിയാം. മൂപ്പർ അത് എല്ലാ ദിക്കിലും ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്പിളിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഫ്രെയിം വെക്കണം. ഇല്ലേ കൊടുക്കും, ഒന്നിക്കലും താഴെ കൊണ്ടുണ്ടോ, അല്ലെ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യും അമ്പിളിച്ചേട്ടൻ. അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കി ഫ്രെയിം വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ
നമ്മളെ കാര്യം പോക്കാ. ഒരു അതിര് നിർണയിച്ചിട്ട് അതിനപ്പുറത്ത് നമ്മൾ കണ്ടു. അപ്പുറത്ത് വരും. അത് നമ്മൾ അത് കണ്ടോളണം, നമ്മൾ മനസ്സിൽ കാണണം. അതേപോലെ അമ്പിളി ചേട്ടൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളെ റിഹേഴ്സലിൽ ഒന്നും കാണിക്കില്ല, ഇല്ല കൈവിട്ടു പോകും. അപ്പോഴേക്കും നമ്മൾ ഫ്രെയിം അതിന് കറക്റ്റായി വെച്ച് നിന്നില്ലെങ്കിൽ കാര്യം പോകാം. അതൊരു പെർഫോമൻസ്. അത് പറഞ്ഞാൽ റിഹേഴ്സൽ കാണിക്കുന്നതായിരിക്കില്ല ഫൈനലിൽ വരുമ്പോൾ. ഇപ്പോൾ റേഞ്ച് മാറും. അതൊരു ആർട്ടിസ്റ്റാണ്. കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ അവര് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ അവർക്കും പ്രശ്നമാണ്. എന്താ വെച്ചാൽ കൗണ്ടർ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവണം നിർബന്ധമായിട്ട്. ആ ആക്ഷൻ അത്രയും നല്ലൊരു ആക്ഷൻ ഇവിടെ കൊടുക്കുമ്പോൾ അതിന് കണക്കായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കണം ഇപ്പം വരുന്നത്. ഇല്ലെങ്കിൽ ബാലൻസ് ചെയ്യില്ല. അതാണ് ഒരു കൗണ്ടർ എന്തായാലും അത് കറക്റ്റായിരിക്കണം മറ്റുള്ളവൻ ചെയ്യുന്നത്. അപ്പം അത് അമ്പിളിച്ചേട്ടൻ നിർബന്ധമാണ്. അപ്പോൾ അതേമാതിരി ഇരിക്കണം. ക്യാമറാമാനെല്ലാം വന്നൊരു നോട്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്തോ ഒരു സംഭവം നടക്കും ഇതിൽ. അപ്പോൾ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കണം. ടൈറ്റ് റേഞ്ച് വെച്ച് പോയി എന്ന് പറഞ്ഞാൽ അയ്യോ കുറച്ച് ഗ്ലാമർ ആയിരിക്കട്ടെ, ടൈറ്റിലിരിക്കട്ടെ, കാര്യം പോക്കാം, കൈ വിട്ടു പോകും, കിട്ടൂല. ചില സമയം ഫ്രെയിമിലേ നിൽക്കില്ല. അപ്പോൾ അത് അറിഞ്ഞു നിൽക്കണം അമ്പിളിച്ചേട്ടൻ. അതിന് വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മളെ ദിലീപിൻ്റെ എല്ലാം കണ്ടിന്യൂസ് ഒരു കൊല്ലം 6 പടം മറ്റോ ഞാൻ ചെയ്ത് അവസ്ഥകളുണ്ട്. ഒരു കാലത്ത് തുടക്കം കൊക്കരക്കോ, കാക്കയ്ക്ക് മുമ്പ് ചെങ്കല്യാണം, ഇൻഡിപെൻഡൻസ് പ്രണയനിലാവ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ പടമുണ്ട്. ഇതിലൊന്നും ദിലീപിന് ഒരിക്കലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഫിലിമല്ലേ അന്ന് ഷൂട്ട് ചെയ്യുന്നത്, ഡിജിറ്റൽ അല്ല, കാണാനും പറ്റില്ല. പിന്നെയാണ് മോണിറ്ററിങ്ങും വന്നത്, പിന്നെയാണ് ഫിലിമിൽ തന്നെ. പിന്നെ ഈ തുടങ്ങിക്കഴിഞ്ഞാലും മൂപ്പർക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക. അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ശരിയാണ്. ഷോട്ട് കഴിഞ്ഞോട്ടെ നമ്മളത്ത് ഇപ്പോട്ടാ കറക്റ്റാണോ, ഒന്നുകൂടി. അപ്പം ഞാൻ ചില സമയം വേറെ എന്താ പറയും, പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഉണ്ടെങ്കിൽ അവർക്ക് കക്കാരിക്കാൻ അത് ചെറിയൊരു ഒന്നുകൂടി എടുക്കണം എന്ന് പറയും. എല്ലാം ദിലീപ് പറയുന്നതിനേക്കാളും നമ്മൾ അങ്ങോട്ട് ഇട്ട് ചിലത് 1 more എടുക്കും. അന്ന് ദിലീപ് വരുന്ന സമയമല്ലേ, ഫിലിം പോയി കഴിഞ്ഞാൽ അത് നഷ്ടം, കുറച്ച് ലെങ്ത് ആയിരിക്കും. കോമഡി എല്ലാം മൂപ്പർ ഒരിക്കലും തൃപ്തിയാവില്ല. നല്ലതാണ് എന്താ പറഞ്ഞാൽ അതാണ് മൂപ്പരുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറഞ്ഞാൽ ഒരു 10 പ്രാവശ്യം പറയാം അയ്യോ ഒന്നുകൂടി. അത് ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആർട്ടിസ്റ്റിൻ്റെ ഗുണം. അതാണ് പെർഫോമൻസ്. അയാൾ ഇത്രയും കാലം സിനിമയിൽ പിടിച്ച് നിന്നതാണ് എന്താ പറഞ്ഞാൽ വർക്കിനോടുള്ള ഡെഡിക്കേഷൻ. അതേമാതിരി പല ആർട്ടിസ്റ്റും ഉണ്ട്. നമുക്കേറ്റവും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും പറയേണ്ടതല്ല, റേഞ്ച് വേറെ. പിന്നെ നമ്മൾ ഈ ഏറ്റവും സൗന്ദര്യം ഉണ്ടാവും, നമ്മൾ കാണുമ്പോൾ ഒന്നും വലിയൊരു ഇത് തോന്നില്ല. ചില ആർട്ടിസ്റ്റ് ഉണ്ട്, ഫേസ് തന്നെ നമ്മൾ സ്ക്രീൻ ബാലൻസ് ചെയ്ത് നിർത്താം. ചില ആർട്ടിസ്റ്റിൻ്റെ അപ്പം നമുക്കൊരു മൂഡുണ്ടാവും. പ്രണയനിലാവിൽ മോഹിനി ഭയങ്കരമാണ്. എന്താ പറഞ്ഞാൽ ആ ഫ്രെയിം നമുക്ക് തന്നെ അതിശയം തോന്നും, നമ്മൾ എടുത്തതാണോ. എന്താ പറഞ്ഞാൽ ആ മോൾഡിങ്, ആ ഫേസിൻ്റെ കട്ടിങ്, ഒരു ബ്ലാക്കും ലൈറ്റായിട്ട് ഒരു വൈറ്റും കൂടിയിട്ടുള്ളൊരു കളർ വരുമ്പോൾ ഉണ്ടാകുന്ന അത് ഈ ക്യാപ്റ്റൻ രാജു സ്ക്രീനിൽ ഭയങ്കര രസമാണ്. എന്താ പറയുക, ആ തലക്ക് ഒരു ഇതുണ്ട്, അതിന് ഒരു ബാലൻസ് ചെയ്യുമ്പോൾ ഒരു സുഖം ഫ്രെയിം. നരേന്ദ്രപ്രസാദ്, ശോഭന, ഇവരെല്ലാമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താ പറയുക, ഭയങ്കര രസമുണ്ടാകും നമ്മൾ ഫ്രെയിം ചെയ്ത് എടുക്കുമ്പോൾ. ലൈറ്റപ്പ് ചെയ്യുമ്പോഴും വന്ന് നിന്ന് കഴിഞ്ഞാൽ ക്യാപ്റ്റനിലും വന്ന് നിന്ന് ആ ഫേസിന് തന്നെ ഒരു ഇതുണ്ട്. അത് ചില ഷോട്ടുകൾ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. എനിക്ക് മോഹിനീൻ്റെ എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രണയനിലാവിൽ അത് നമ്മൾ അറിയാതെ വരുന്ന, നമ്മൾ അത്രയും വലിയ മഹാനൊന്നുമല്ല നമ്മൾ, എന്നാലും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തതിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ചില ഫേസുകളുണ്ട്. നരേന്ദ്രപ്രസാദ് ഭയങ്കരമായിരുന്നു. ഉദയപുരം സുൽത്താനിൽ അയാൾ ഡബ്ബിങ് കഴിഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അയാൾ അതിൻ്റെ ഇടയിൽ തെറിയെല്ലാം പറഞ്ഞുകൊണ്ട് വെക്കും. ഇവർക്ക് അങ്ങനെയുണ്ട് ചില ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാനല്ലോ ഇങ്ങനെ പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചു ചെന്നൈയിൽ വെച്ചിട്ട്. ഭയങ്കര മൂപ്പർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ പടം. എന്താ അത്രയും രസമായിട്ടുണ്ട്. ആ ഫേസെല്ലാം കണ്ടു കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും. അത് ഒരു ഇതാണ്. ചില ആൾക്കാരെ നമ്മളെ കഴിവൊന്നുമല്ല, അവരുടെ ഫേസിൻ്റെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്.